നമസ്കാരം. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ സാമൂഹിക ഉന്നതി ഉറപ്പുവരുത്തിക്കൊണ്ട് സങ്കല്പ പത്രമായി ഇതാ BJP എത്തിയിരിക്കുന്നു. പാർപ്പിടം, ഭക്ഷണം തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിലൂടെ വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയാണ് BJP വിഭാവനം ചെയ്യുന്നത്. മോദി സർക്കാരിന് കീഴിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 25 കോടി കുടുംബങ്ങളാണ് ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത് എന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് പ്രധാനമന്ത്രി പുറത്തിറക്കിയ പ്രകടന പത്രിക ഉറപ്പു നൽകുന്നത്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുവാനും മാന്യമായ ജീവിതം ഉറപ്പുവരുത്തുവാനും വിപുലമായിട്ടുള്ള പദ്ധതികളാണ് 10 വർഷത്തിനുള്ളിൽ മോദി സർക്കാർ നടപ്പിലാക്കിയത് എന്ന് തന്നെ പറയാം. ഈ ക്ഷേമ പദ്ധതികളെല്ലാം അന്തിമ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ തുടരുമെന്നുകൂടി പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം നരേന്ദ്രമോദി പറയുകയും ചെയ്യുന്നു, വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഭക്ഷ്യപദ്ധതിയായിട്ടുള്ള ഗരീബ് കല്യാൺ അന്ന യോജന 5 വർഷത്തേക്ക് കൂടി തുടരുമെന്ന് പറയുന്നു. 2020 മുതൽ 80 കോടി ജനങ്ങൾക്ക് പദ്ധതി പ്രകാരം സൗജന്യ റേഷൻ നൽകുന്നതടക്കമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. അത് നടപ്പാക്കപ്പെടും. പാവപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും അടച്ചുറപ്പുള്ള വീട് ലക്ഷ്യമാക്കി മോദി സർക്കാർ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ 4 കോടി വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. ഈ പദ്ധതി അർഹരായ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ലഭ്യമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീട് ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ജൽ ജീവൻ മിഷന്റെ തുടർച്ചയായി ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലാ ഭവനങ്ങളിലും ശുദ്ധജലം എന്ന ഉറപ്പാക്കുന്ന പദ്ധതി കൂടി പ്രകടന പത്രികയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുറഞ്ഞ വരുമാനക്കാരായ കുടുംബങ്ങൾക്കായിട്ടുള്ള ഭവന പദ്ധതി അത് വ്യാപകമാക്കാൻ പോകുന്നു. പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ഗുണനിലവാരമുള്ള ജീവിതം ഉറപ്പുവരുത്തുവാനുള്ള ശ്രമങ്ങൾക്ക് മുൻഗണന നൽകാൻ പോകുന്നു. ഇതൊക്കെ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നു. പുകരഹിത അടുക്കളയും സ്ത്രീകളുടെ ആരോഗ്യവും ലക്ഷ്യമാക്കി മോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന. പദ്ധതിക്ക് കീഴിൽ 10 കോടി കുടുംബങ്ങൾക്കാണ് പാചകവാതക കണക്ഷൻ നൽകിയത് എന്നുള്ളത് വസ്തുത. അർഹരായ മുഴുവൻ കുടുംബങ്ങളിലേക്കും ഗ്യാസ് കണക്ഷൻ എത്തിക്കുന്ന സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഇനി മറ്റൊന്ന്, ബില്ലിനെക്കുറിച്ച് ആശങ്കപ്പെടാതെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വൈദ്യുതിയും മോദി ഗ്യാരണ്ടിയായി നൽകുന്നു എന്നുള്ളതാണ്. PM സൂര്യാഘർ സൗജന്യ വൈദ്യ പദ്ധതിയിലൂടെയാണ് സൗജന്യ വൈദ്യുതി എത്തിക്കുവാൻ പോകുന്നത്. ഇതിലൂടെ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രകടന പത്രിക ഇതാ BJP കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയിരിക്കുന്നു. പുതിയ സങ്കല്പ ഭാരതത്തിലേക്ക് നടന്നെടുക്കുന്നതിനുള്ള ദൂരം വളരെ കുറവാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞറിയിക്കുന്ന, വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രകടന പത്രികയാണിത്. ആ പ്രകടന പത്രികയിൽ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തനിക്ക് വോട്ട് നൽകേണ്ടതെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ പുതിയ പ്രകടന പത്രിക മുന്നിൽ വെച്ചുകൊണ്ട് മോദിയും കൂട്ടരും BJPയും വോട്ട് തേടുന്നതിന് വേണ്ടി ഇറങ്ങുന്നത് എന്നുള്ള പ്രതിജ്ഞ കൂടി ചെയ്താണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. വരുന്ന കാലങ്ങളിൽ 2024 മുതൽ അങ്ങോട്ടുള്ള കാലങ്ങളിൽ വികസന ഇന്ത്യ എന്നുള്ള സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുവാൻ വളരെ ചെറിയ ദൂരം മാത്രമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ പ്രകടന പത്രിക. പാർശ്വവൽക്കരിക്കപ്പെടുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രകടന പത്രികയുടെ പ്രത്യേകത. അങ്ങനെ ജനങ്ങളുടെ വിശ്വാസങ്ങൾ നേടിയെടുക്കുന്നതിനുമൊപ്പം തന്നെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന സർക്കാരാണ് ഇതെന്ന് തെളിയിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ജനോപകാരപ്രദമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരിക്കൽ കൂടി ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് BJP ഒരു പ്രകടന പത്രികയുമായി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുക. വോട്ട് ചെയ്യുമ്പോൾ വികസനത്തിന് വോട്ട് ചെയ്യുക എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നു.